ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇത് ബേർഡ്സ്വില്ലിനടുത്തുള്ള ബിഗ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സാൻഡൂണാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ബിഗ് ബാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ ബിഗ് റെഡ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സാൻഡൂണാണ്. ഈ കാണുന്ന ട്രാക്കിലൂടെ ഈ സാൻഡൂണിൻ്റെ മുകളിലേക്ക് മോട്ടോർ സൈക്കിൾ, അതുപോലെ തന്നെ ബഗ്ഗി, പലതരത്തിലുള്ള 4-വീൽ ഡ്രൈവുകൾ ഒക്കെ വളരെ വേഗത്തിൽ ഓടിച്ച് കയറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്ടവിനോദം. ഏത് ട്രാക്കിലൂടെ വന്നാലാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങൾ 3 പേരും. ആളിൽ കുറിയവനും കുശാഗ്ര ബുദ്ധിക്കാരനുമായ അബിൻ ആണ് ആദ്യമേ തന്നെ സാൻഡൂണിൻ്റെ പൊക്കത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയത്. പകുതി വഴി നിന്നുപോയ വണ്ടിയിലിരുന്ന് മൂഞ്ചി, ഷിറ്റ് തുടങ്ങിയ വാക്കുകളുമായി ആ ചെറുപ്പക്കാരൻ അലമുറയിടുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ നിന്ന സായിപ്പുമാരെല്ലാം ഊറി ഊറി ചിരിക്കുന്നുമുണ്ടായിരുന്നു. ഇത് കേട്ട് കോപാകുലനായ അബിൻ പുറകോട്ട് വണ്ടിയെടുത്തു. പാറമ്പുഴ പള്ളിയിലെ പെരുന്നാളിന് മത്തഞ്ചേട്ടൻ കത്തിച്ചു വിട്ട വാണം പോലെ അനുബേബി തൻ്റെ വണ്ടിയുമായിട്ട് പുഷ്പം പോലെ അതിൻ്റെ മുകളിലേക്ക് ഓടിച്ചു കയറി. വലിയ 4-വീൽ ഡ്രൈവും ഒക്കെയായി മസിലും പിടിച്ചു നിന്ന ഞങ്ങളുടെ ഇടയിലേക്ക് മൂട്ട പോലെയുള്ള ഒരു ഓൾ-വീൽ ഡ്രൈവ് വണ്ടിയുമായി ഒരു സായിപ്പ് നിഷ്കരണം ഓടിച്ചു കയറി വരുന്നത് കണ്ട് കിളി പോയി. അടുത്തതായി ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് മുതിർന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ തക്കടിമുണ്ടൻ ഗ്രാഫിക് ഡിസൈനർ ശ്രീ ജിതിൻ കൂരാപ്പള്ളിയായിരുന്നു. പുല്ലാണേ എന്നും പറഞ്ഞ് ജിതിൻ വളരെ വേഗത്തിൽ സാൻഡൂണിൻ്റെ മുകളിലേക്ക് തൻ്റെ വണ്ടി ഓടിച്ചു കയറ്റി. 1 പിഴച്ചാൽ 3 എന്ന അന്ധവിശ്വാസത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അബിൻ നേരത്തെ കയറാൻ പറ്റാത്ത വിഷമത്തെ മറികടന്ന് പുഷ്പം പോലെ അടുത്ത റൗണ്ടിൽ വണ്ടി മുകളിൽ കയറ്റി സായുജ്യമടഞ്ഞു. സ്വന്തമായി 4-വീൽ ഡ്രൈവ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാവുക എന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷിബു അനുബേബിയുടെ വണ്ടി പുല്ലുപോലെ ഓടിച്ചു കയറ്റി. അങ്ങനെ ഞങ്ങളുടെ ചിരകാല അഭിലാഷം ഇന്ന് സബലീകരിച്ചിരിക്കുകയാണ് അല്ലേ? ബിഗ് റെഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു അല്ലേ, ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നമുക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതങ്ങോട്ട് തീർത്ത്. അതാണ് എല്ലാവരും വണ്ടി മുന്നോട്ട് ഓടിച്ച് സാൻഡൂണിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ മെൽബണിലെ ട്രക്ക് മുതലാളി തൻ്റെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം കാണികളുടെ ഹർഷാരവത്തോടുകൂടി തൻ്റെ വണ്ടി പിന്നിലേക്ക് ഓടിച്ച് അവിടെ കൂടി നിന്ന ജനങ്ങളുടെ കണ്ണിൽ വിസ്മയത്തിൻ്റെ തീപ്പൊരി കോരിയിട്ടുകൊണ്ട് നടത്തിയ അഭ്യാസ പ്രകടനം എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു കൗതുക കാഴ്ചയായി. ബിഗ് റെഡിൻ്റെ മുകളിൽ നിന്നുള്ള സൺസെറ്റ് കാണുക എന്നുള്ളത് അവിടെ വരുന്നവരുടെ ഒരു ഇഷ്ട വിനോദമാണ്. ഞങ്ങളും അതിൽ നിന്ന് മാറി നിന്നില്ല. സൺസെറ്റ് കാണുവാൻ ഞങ്ങളെ കൂടാതെ ബേർഡ്സ്വിൽ ഹോട്ടലുകാർ കണ്ടക്ട് ചെയ്ത ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിരിക്കുന്ന കുറച്ച് സഞ്ചാരികളെയും കാണാൻ സാധിച്ചു. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ബിഗ് റെഡിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രൗണ്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. സൺസെറ്റ് കഴിഞ്ഞത് കൂരാപ്പള്ളി അടുത്ത ഐഡിയയുമായിട്ട് വന്നു. 3 പേരും ഒന്നിച്ചു നിന്ന് ഒരുപോലെ മുകളിലേക്ക് ഓടിച്ചു കയറ്റുന്ന ഒരു മത്സര ഓട്ടമാണ് കൂരാപ്പള്ളി മുൻപോട്ട് വെച്ചത്. എന്തായാലും വെല്ലുവിളികളെ പണ്ട് മുതലേ ചങ്കൂറ്റത്തോടു കൂടി നേരിടുന്ന സ്വഭാവമായതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ഷിബുവും ഞാനും കൂരാപ്പള്ളിയും ആ ഉദ്യമത്തിന് മുതിർന്നു. പക്ഷേ ത്രികോണ മധ്യ മൂലബിന്ദു കുരുങ്ങി ഐഡിയ ആയിട്ട് ജിതിൻ തന്നെ പകുതി വഴി പെട്ടു. അങ്ങനെ ഒരു മത്സര ഓട്ടം കഴിഞ്ഞ്
മുകളിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി ഒറ്റയടിക്ക് ട്രൈ ചെയ്ത് നോക്കി ആരാ ആദ്യമേ കയറുന്നതെന്ന്. ഇനിമേ ഞാനും നമ്മുടെ ഷിബു എന്ന് പറയും, പുള്ളി നമ്മുടെ കൂട്ടത്തിലുള്ള ഷിബു, അത് നമ്മുടെ അനുബേബിയുടെ വണ്ടിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മേളിൽ കയറി. കൂരാപ്പള്ളി ട്രൈ ചെയ്തെങ്കിലും 3/4 വരെ വന്നു, പിന്നെ കയറിയില്ല. അപ്പോൾ അതാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫണ്ണ്.